morning, Adil. Good morning. Good morning, Miss. Good morning. Good morning, Miss. Morning. How are you, Miss? Fine. Thank you. എല്ലാവരും റെഡി ആണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? Yes, Miss. Yes, Miss. ഓക്കെ. ഹിന്ദി നോട്ടൊക്കെ കംപ്ലീറ്റ് ആക്കിയോ? Yes, Miss. മിസ്സിന് അയച്ചു തന്നിട്ടുണ്ടോ? Yes. Yes, Miss. Yes. അതുലുണ്ട്. അതിൽ മിസ്സിന് അയച്ചു തന്നായിരുന്നോ ഹിന്ദി നോട്ട്? Yes. എഡ്വിൻ അയച്ചു. അയച്ചിട്ടുണ്ട്, റിവൈസ് അയച്ചിട്ടുണ്ട് അല്ലേ? അതിൽ കേവി ഹിന്ദി നോട്ട് അയച്ചായിരുന്നോ മിസ്സിന്? അയച്ചിരുന്നോ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പറഞ്ഞ നമ്മള്? ഏത് ലെസൺ ആണ് എടുത്തത്? അബ്ദുൽ ഹമീദ് ലെസൺ കഴിഞ്ഞു. അതില് നോട്ട്സ് എല്ലാം പറഞ്ഞോ? ക്വസ്റ്റ്യൻ ആൻസർ, വേർഡ് മീനിങ് എല്ലാം പറഞ്ഞോ? യെസ്. എന്തൊക്കെ പറഞ്ഞു? വേർഡ് മീനിങ് പറഞ്ഞായിരുന്നില്ലേ? ശബ്ദാർത്ഥ. വേർഡ് മീനിങ് ആൻസർ ദ ഫോളോയിങ്. നെക്സ്റ്റ് fill in the blanks, റിക്ത സ്ഥാൻ വരിയെ, അതൊക്കെ പറഞ്ഞോ? കിസ്നെ കഹാ നെക്സ്റ്റ് പേജ് പറഞ്ഞോ? ഇല്ല. നോ മിസ്. ഓക്കെ. വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് പറഞ്ഞതല്ലേ? ആ ലെസൺ നിങ്ങൾ വായിച്ചോ? എത്ര പ്രാവശ്യം വായിച്ചു? കുറച്ചു പ്രാവശ്യം വായിച്ചു. എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യമാണോ വായിച്ചേ? ഒരു പ്രാവശ്യം വായിച്ചുള്ളൂ. വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടല്ലേ? കുറച്ച്. നോ മിസ്. നോ. കുറച്ച് പേർക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് പേർക്ക് ഇല്ല അല്ലെ? വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യണം? ഒന്നുകിൽ മിസ്സിനോട് ഡൗട്ട് ചോദിക്കാം കേട്ടോ. മിസ്സിന്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കുക. അതുപോലെ ടെക്സ്റ്റ് ഒരു പ്രാവശ്യം വായിച്ചാൽ പോരാ. ഓ, എഡ്വിൻ എന്താ? മിസ്സിന്റെ നമ്പർ തരാമോ? മിസ്സിന്റെ നമ്പർ ആ ഗ്രൂപ്പിലുണ്ട് മോനെ.
ഞാൻ നോക്കിയായിരുന്നല്ലോ, കണ്ടില്ല. അതിൽ കണ്ടില്ലേ? നോക്കിയിട്ട് കണ്ടില്ല. കണ്ടില്ല? അയ്യോ. അപ്പോ നമ്പർ വേണം. ഓക്കെ, എഴുതിയെടുക്കോ? 9847 888 888 918. Good morning. Good morning, Miss. Good morning. How are you, Sai? Fine. Adityan, good morning. Ready ആണോ? Yes. മിസ്സിന് നമ്പർ എഴുതി എടുത്തോളൂ. എടുത്തോ എല്ലാരും? 9847 888 918. മിസ്സിന്റെ പേര് കൂടെ ഒന്ന് പറയാമോ? പേര് സജിത. എഴുതിയോ? Yes. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് പറഞ്ഞത്? വീർ ഹവൽദാർ എന്നുള്ള ലെസൺ അല്ലേ എടുത്തത്? വീർ ഹവൽദാർ അബ്ദുൽ ഹമീദ്. Good morning, Miss. ഗുഡ് മോർണിംഗ്. വീര ഹവൽദാർ അബ്ദുൽ ഹമീദ് ലെസൺ എടുത്തു. ആ ലെസൺ ഓർമ്മയില്ലേ എന്താണെന്ന്? നമ്മുടെ നാടിന് വേണ്ടി പോരാടിയ അബ്ദുൽ ഹമീദിനെ അവസാനം നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാവുകയും അദ്ദേഹത്തിന് ഗവൺമെന്റ് എന്ത് കൊടുക്കുന്നു? പരംവീർ ചക്ര എന്ന ബഹുമതി നൽകുന്നു അല്ലെ? അതില് വേർഡ് മീനിങ്, ശബ്ദാർത്ഥ, അതുപോലെ തന്നെ ആൻസർ ദി ഫോളോവിങ് ക്വസ്റ്റ്യൻസ്, നീച്ചെ ലിഖേ പ്രശ്നോ കെ ഉത്തർ ദോ, അത് രണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലേ? വേർഡ് മീനിങ് അതില് വേർഡ് മീനിങ് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? No, Miss. No. അതില് വേർഡ് മീനിങ് ഫസ്റ്റ് പിതാ, No, Miss. ഫാദർ അല്ലെ? നോക്കിയൊന്ന്, പിതാ, ഫാദർ. പിതാ, ഫാദർ. സെക്കൻഡ്, ഗാവ്, വില്ലേജ്. ഗാവ്, വില്ലേജ്. ലാം, വാർ. പത്നി, വൈഫ്. അല്ലേ? വായിക്കുന്നുണ്ടോ നിങ്ങളെ? കിട്ടാത്തതുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു വെക്കണേ. പത്നി, വൈഫ്. നിയന്ത്രൺ, കൺട്രോൾ. നിയന്ത്രൺ, കൺട്രോൾ. നെക്സ്റ്റ്, ചുപ്ചാപ്പ്, ക്വയറ്റ്ലി. സൈനിക്, സോൾജിയർ. ഭർത്തി, റിക്രൂട്ട്മെന്റ്. ഫൗജ്, ആർമി. ടിഡിയോം കെ ദൽ കെ സമാൻ. അത് കുറച്ചുപേര് ഒന്നെനിക്ക് പറയാനുള്ളത്, നോട്ടിലേക്ക് വേർഡ് മീനിങ് എഴുതി അതുപോലെ എഴുതി മിസ്സിന് അയച്ചവര് കുറച്ച് തെറ്റുണ്ടായിരുന്നു അല്ലെ? മിസ് ചെക്ക് ചെയ്തിട്ട് തിരിച്ചയച്ചായിരുന്നു. അത് എഴുതുമ്പോ ശ്രദ്ധിക്കണം. വേർഡ് മീനിങ് എഴുതുമ്പോ കൃത്യമായി ടെക്സ്റ്റ് നോക്കിയിട്ട് എഴുതുക. കാരണം ക്ലാസ്സിലാണെങ്കിൽ മിസ് അടുത്തൊന്ന് നോക്കാമായിരുന്നു. അപ്പോ ടെക്സ്റ്റിലേക്ക് നോക്കി കൃത്യമായിട്ട് അക്ഷരങ്ങള് എവിടെയൊക്കെയാണ് ദീർഘിക്കുന്നത് അതൊക്കെ നോക്കിയിട്ട് തന്നെ എഴുതുക. അതിൽ കൂടുതലും തെറ്റിയത് എല്ലാവർക്കും ടിഡിയോം കെ ദൽ കെ സമാൻ എന്നുള്ളതാണ്. അത് ടിഡിയോം കെ ദൽ കെ സമാൻ എന്നാണ്. 2 ഡായാണ് അത്. ടി കഴിഞ്ഞിട്ട് വരുന്നത് ഇരട്ട അക്ഷരം 2 ഡായാണ്. 2 ഡായാണ്, അല്ലാതെ ഒന്നാമത് ഈ അല്ല. കുറെ പേര് അത് ഈ ആന്ന് വിചാരിച്ചിട്ട് കുറെ പേര് എഴുതിയിട്ടുണ്ട് അല്ലെ? അത് കുറച്ച് ഉറപ്പിച്ച് വായിക്കാനാണ് ആ ഡായന്റെ അടിയിൽ ഒരു ചിഹ്നം കൊടുത്തിരിക്കുന്നത്. അല്ലാതെ അത് ഈ എന്നുള്ള അക്ഷരമല്ല, 2 ഡായാണ്, ഇരട്ട അക്ഷരം 2 ഡ. ടിഡിയോം കെ ദൽ കെ സമാൻ എന്നാണ്.
ഇനി നോട്ട് കംപ്ലീറ്റ് ആക്കാത്തവർ എഴുതി അയച്ചു തരണേ. ഞാൻ നോട്ട് ആരുടെയൊക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് അയച്ചവരുടെ പേര് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർ എത്രയും വേഗം അയച്ചു തരിക. ഇന്ന് പറഞ്ഞതും കൂടി നോട്ടിലേക്ക് എഴുതി അയച്ചു തരിക. നെക്സ്റ്റ് പരംവീർ ചക്ര. പരംവീർ ചക്ര. ഹട്ടെ കട്ടെ ഹെൽത്തി, മാതാ മദർ, ഷഹീദ് മർത്യർ, ഉദാർ ഏതാണ്? മിസ് വായിക്കുന്നത് വേർഡ് മീനിങ് ആണ്. വേർഡ് മീനിങ് കഴിഞ്ഞ ലെസണിലെ വീർ ഹവൽദാർ അതാണോ മിസ് നാട്ടി എഴുതാൻ പറഞ്ഞേ? മിസ് വായിക്കുന്നത് വീര ഹവൽദാർ അബ്ദുൽ ഹമീദിന്റെ വേർഡ് മീനിങ് ആണ്. മിസ് എഴുതാൻ പറഞ്ഞതും ആ വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും ആയിരുന്നു. പറഞ്ഞ മനസ്സിലായോ? ശബ്ദാർത്ഥം അതായത് വേർഡ് മീനിങ് അതന്നെയായിരുന്നു. ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ്, കാരണം ഏതെങ്കിലും കിട്ടാത്ത വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചു നോക്കാൻ. മാതാ മദർ, ഷഹീദ് മർത്യർ, ഉദാർ സാഡ്, വർദ്ധി യൂണിഫോം, ചുലസ്ന ബേർഡ്, പലട്ടൻ ആർമി, ദുഷ്മൻ എനിമി, ദഫ്തർ ഓഫീസ്. ഇത്രയും വേർഡ്സുകളായിരുന്നു നമുക്ക്. യെസ്, ഇത്രയും വേർഡ് മീനിങ്ങുകളാണ് എഴുതേണ്ടത് അല്ലേ? അതുപോലെ അതൊന്ന് പഠിച്ച് റെഡിയായി വെക്കുക. പഠിക്കാനുണ്ട് കേട്ടോ. സമയം കണ്ടെത്തി പഠിച്ച് റെഡിയാവണേ. നെക്സ്റ്റ് നീച്ചേ ലിഖേ പ്രശ്നോ കെ ഉത്തർ ലിഖോ. അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ചെയ്യേണ്ടത് എന്താണ്? നോട്ട് എഴുതുമ്പോഴേ കൃത്യമായിട്ട് അതിന്റെ ഹെഡിങ് ഹിന്ദിയിലാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മാത്രല്ല ഹിന്ദിയിൽ കൂടി എഴുതണം. ഹിന്ദിയിലാണ് ഇനി എക്സാമിനായാലും ഹിന്ദിയിലാണ് ഹെഡിങ് കൊടുക്കുക. അപ്പൊ അതിന് ഹിന്ദിയിൽ എന്താണ് ഹെഡിങ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. നീച്ചേ ലിഖേ പ്രശ്നോ കെ ഉത്തർ ദോ. താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതാനാണ് നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ഞാൻ വീണ്ടും പറഞ്ഞിരുന്നു. അബ്ദുൽ ഹമീദ് കോൻ ഥാ. അബ്ദുൽ ഹമീദ് ആരായിരുന്നു? ആരായിരുന്നു? വീർ ഹവൽദാർ ഥാ. വീർ ഹവൽദാർ. വീർ ഹവൽദാർ. വീർ ഹവൽദാർ എന്ന് പറഞ്ഞാല് മിലിറ്ററി ഓഫീസർ അല്ലേ? ഓക്കെ. വഹ് ഫൗജ് മേ ഭർത്തി കൈസേ ഹുവാ. അദ്ദേഹം എങ്ങനെയാണ് ആ സൈന്യത്തിൽ ചേർന്നത് അറിയോ? തന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടിട്ട് അല്ലെ? അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ടൗണിലേക്ക് മറ്റുള്ള അച്ഛനോടും അമ്മയോടും ഒന്നും പറയാതെ തന്നെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് അല്ലെ? ഭാര്യ പറഞ്ഞു നിങ്ങൾ അങ്ങനെ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ടല്ലേ? അപ്നി പത്നി കി ബാത് സുൻകർ വഹ് ശഹർ ചലാ ഗയാ ഔർ ഫൗജ് മേ ഭർത്തി ഹോ ഗയാ. തന്റെ ഭാര്യ പറയുന്നത് കേട്ടിട്ടാണ് അദ്ദേഹം എവിടേക്ക് പോകുന്നത്? ഫൗജിൽ അല്ലെ? സൈന്യത്തിൽ ചേരുന്നത്, മിലിറ്ററിയിൽ ചേരുന്നത് അങ്ങനെയായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ഖോംകരൻ ക്ഷേത്ര മേ അബ്ദുൽ ഹമീദിനെ ക്യാ കിയാ. എന്താണ് ഖോംകരൻ? ആ സ്ഥലത്ത് എന്താണ് അബ്ദുൽ ഹമീദ് ചെയ്തത്? പാകിസ്ഥാൻ, അത് പാകിസ്ഥാൻ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്തു അല്ലെ? പാകിസ്ഥാനി ഫൗജോം സേ ലഡ്നെ ലഗെ. പാകിസ്ഥാൻ സൈന്യവുമായിട്ട് യുദ്ധം ചെയ്യുകയായിരുന്നു ഖോംകരൻ എന്ന് അദ്ദേഹം ചെയ്തത്. കോൻ അബ്ദുൽ ഹമീദ്. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ല എന്ന് തോന്നല്ലേ? വേർഡ് മീനിങ് അല്ലേ പറഞ്ഞോളൂ? യെസ്. ക്വസ്റ്റ്യൻ ആൻസറും ബാക്കിയുള്ള നോട്ടും മിസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരും ഇന്ന് തന്നെ. ക്വസ്റ്റ്യൻ ആൻസർ അതുപോലെ ബാക്കിയുള്ള വർക്കുകൾ നോട്ടിൽ എഴുതേണ്ടതൊക്കെ ടെക്സ്റ്റിൽ എഴുതേണ്ടതും മിസ് ഇന്ന് ഗ്രൂപ്പിൽ ഇട്ട് തരാം. മക്കൾ എന്ത് ചെയ്യണം? അത് നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയായിരുന്നോ? ഗ്രൂപ്പിൽ എഴുതിയിട്ടുണ്ട് അല്ലെ? കുറച്ചു പേര് മാത്രമേ എഴുതിയുള്ളൂ, കുറച്ചു പേര് എഴുതാനുണ്ട്. ബാക്കിയുള്ളവരും കൂടി അതൊന്ന് എഴുതി കംപ്ലീറ്റ് ആക്കി മിസ്സിന് അയച്ചു തരണം. ഓക്കെ,
മിസ് കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ ക്ലാസ്സിലത്തെ ആ ഗ്രൂപ്പ് നിങ്ങളെ ആ ഗ്രൂപ്പിൽ കുറച്ച് പുറകോട്ട് കഴിഞ്ഞ ശനിയാഴ്ച ക്ലാസ്സിൽ ഉണ്ടായിരുന്നു കേട്ടോ. അത് നോക്കണേ. അതെ, ഞാൻ അന്ന് ഇട്ടായിരുന്നു, ഒന്നുകൂടി ഇട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എഴുതണം. കിട്ടാത്തവർ ഇന്ന് തന്നെ ക്ലാസ് കഴിഞ്ഞ് ഇന്ന് തന്നെ അല്ലെങ്കിൽ വൈകുന്നേരത്തിനുള്ളിൽ മിസ് അയച്ചു തരും. അത് നോക്കിയിട്ട് എഴുതിയെടുക്കാം. 4th क्वेश्चन, അബ്ദുൽ ഹമീദ് കോ പരംവീർ ചക്ര ക്യോം ദിയാ ഗയാ? എന്തിനാണ് അബ്ദുൽ ഹമീദിന് പരംവീർ ചക്ര എന്നുള്ള ബഹുമതി നൽകിയത്? അബ്ദുൽ ഹമീദ് അപ്നെ രാജ്യ കെ ലിയേ ശഹീദ് ഹോ ഗയേ. തന്റെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷി ആയതുകൊണ്ടാണ്. ഷഹബാസ് എന്താ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നേ? ഹാപ്പിയിലാണല്ലോ. രക്തസാക്ഷിയുടെ ഇംഗ്ലീഷ് ഷഹീദ്. ഷഹീദ് ഹിന്ദിയിൽ എഴുതിയില്ലായിരുന്നു? ഷഹീദ് ഹിന്ദിയിലല്ല, ഇംഗ്ലീഷിൽ. മർട്ടിയർ, MARTYR. വേർഡ് മീനിങ് എഴുതിയില്ലേ? പിന്നെന്തേ പഠിച്ചില്ല? ഓക്കെ. അപ്പൊ തന്റെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷി ആയതുകൊണ്ടാണ് അദ്ദേഹം, തന്റെ രാജ്യത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷി ആയതുകൊണ്ടാണ്, മരിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്ത് അദ്ദേഹത്തിന് പരംവീർ ചക്ര എന്നുള്ള ബഹുമതി നൽകിയതെന്നാണ് ലാസ്റ്റ് ക്വസ്റ്റിന്റെ മീനിങ് വരുന്നത്. നെക്സ്റ്റ് പേജ്, ടെക്സ്റ്റ് നെക്സ്റ്റ് പേജ് എടുത്തേ. മുഹമ്മദ് ഉറക്കം വരുന്നുണ്ടോടാ? ഉറങ്ങിയത് മതിയായില്ലേ? 9 മണി കഴിഞ്ഞില്ലേ? നെക്സ്റ്റ്, കിസ്നെ കഹാ കിസ്സേ കഹാ? കിസ്നെ കഹാ കിസ്സേ കഹാ? ആര് പറഞ്ഞു, ആരോടാണ് പറഞ്ഞത്? ആര് ആരോട് പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് എഴുതേണ്ടത്. മിസ് പറഞ്ഞുതരും, മിസ് വായിച്ചു തരും. അപ്പൊ നോക്കിക്കോ നിങ്ങള്, ആര് ആരോട് പറഞ്ഞതെന്ന് ഒന്ന് പറയണേ. ഒന്നാമത്തെ എന്താണ്? ഭയ്യ തും തോ ഇസ് വർദി മേ ബഹുത് അച്ഛേ ലഗ് രഹേ ഹോ. സഹോദര, നിങ്ങളെ ഈ യൂണിഫോമില് കാണുമ്പോഴേ നല്ല ഭംഗിയുണ്ട്. സൈനികനോട് ആര് പറഞ്ഞതാണ്? അബ്ദുൽ ഹമീദിനെ സൈനിക് സേ കഹാ. അബ്ദുൽ ഹമീദ് ഒരു സൈനികനോട്, ഒരു സോൾജിയറിനോടാണ് പറയുന്നത് എന്തെന്ന്? നിങ്ങളെ കാണാൻ ഈ യൂണിഫോമിൽ നല്ല ഭംഗിയുണ്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? അപ്പൊ മിസ് എഴുതി അയച്ചു തരും, അത് നോക്കി എഴുതുക. ഓക്കെ, എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം പെണ്ണോണ്ട് എഴുതി. ഹലീമാരെ ബുക്കാന്ന് മിസ്സേ. അപ്പൊ നിങ്ങള് പഴയത് മുന്നേ എഴുതിയത് നോക്കി പഠിച്ചേക്കല്ലേ. അതിൽ തെറ്റുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കാനാവൂല. അപ്പൊ നിങ്ങൾ അത് നോക്കി പഠിക്കരുത്. പകരം എന്ത് ചെയ്യാ, മിസ് എഴുതിയതൊന്ന് അയച്ചു തരും, അത് നോക്കി ക്ലിയർ ആക്കിയിട്ട് തന്നെ പഠിക്കാം. അബ്ദുൽ ഹമീദിനെ സൈനിക് സേ കഹാ. നെക്സ്റ്റ്, സൂർമ ബന്ന ഹേ തോ ചുപ് ചാപ് പലട്ടൻ മേ ചലേ ജാവോ. സൂർമ ബന്ന ഹേ തോ, നിങ്ങൾ അത്രയ്ക്ക് വീരനാണെങ്കിൽ ചുപ് ചാപ് പലട്ടൻ മേ ചലേ ജാവോ, മിണ്ടാതെ നിങ്ങള് പോയിക്കോളൂ. ഷഹബാസ്, വൈഫ് അബ്ദുൽ ഹമീദിനോട് പറഞ്ഞു. ഹമീദ് സേ കഹാ. അബ്ദുൽ ഹമീദ്, അബ്ദുൽ ഹമീദിന്റെ പത്നിയാണ്. പത്നീനെ അബ്ദുൽ ഹമീദ് സേ കഹാ. പത്നീനെ അബ്ദുൽ ഹമീദ് സേ കഹാ. ഒരു മിനിറ്റ്. ഈ ഷഹബാസ്, ഷഹബാസ് ഷഹബാസേ, ഷഹബാസ് മിസ് പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്താണ് പിന്നെ അവിടെ ചിരിച്ചു കളിക്കുന്നേ? രണ്ടുപേരും കൂടി ജോളിയായിട്ട് എവിടെ ഇരിക്കുക ക്ലാസ്സില്? അനിയത്തി എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന? 5th.
ആണോ? അത് അനിയത്തിയൊന്നുമല്ല. പിന്നെ ആരാ? എങ്കിൽ നിങ്ങൾ അത്ര ചെറുതായോ ഷിസ അല്ലേ? നിങ്ങൾ അവിടെ ഇരിക്കുന്നത് കുറച്ച് രണ്ടും ഒരുമിച്ച് ഇരുന്നാ പിന്നെ ഒന്നും പറയണ്ട. ഒരുമിച്ച് ഇരിക്കുമ്പോ ക്ലാസ് നീറ്റ് ആയിട്ട് ഇരിക്കുക, ക്ലാസ് പറഞ്ഞ് ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തികൾ മിസ് കാണുന്നുണ്ട്, കേട്ടല്ലോ? നിങ്ങൾ എന്തൊക്കെയാണ് അവിടുന്ന് ചെയ്യുന്നതൊക്കെ മിസ് കാണുന്നുണ്ട്. അപ്പൊ കൃത്യമായി മിസ് പറഞ്ഞ് ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, അപ്പൊ അതില് സെക്കൻഡ് ഏതാണ്? പത്നീനെ അബ്ദുൽ ഹമീദ് സെ കഹാ. പത്നീനെ अब्दुल हमीद से कहा। थर्ड, तो ठीक है मैं सुबह कपड़ा लाने के बहाने शहर चला जाऊंगा. तो ठीक है ना ശരി, मैं सुबह कपड़ा लाने के बहाने शहर चला जाऊंगा. എന്താ അങ്ങനെ പറഞ്ഞാല്? എന്നാൽ ശരി, ഞാൻ രാവിലെ തന്നെ എന്റെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പുറപ്പെട്ടോളാം. അബ്ദുൽ ഹമീദിനെ പത്നി സേ കഹാ. അപ്പൊ അത് ആരോട് പറഞ്ഞതാണ്? അബ്ദുൽ ഹമീദിനെ പത്നി സേ കഹാ. ക്ലിയർ ആയോ അത് മൂന്നും? ഓക്കെ, നെക്സ്റ്റ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റിക്ത സ്ഥാനോ കി പൂർത്തി കരേ. നോട്ടിലേക്ക് എഴുതുമ്പോൾ ഹെഡിങ് കൃത്യമായി നോട്ടിൽ ഹിന്ദിയിലാണ് എഴുതേണ്ടത്. ഇംഗ്ലീഷ് മാത്രം എഴുതിയാൽ ഏത്? ഒന്നാമത്തൊന്നും കൂടിയും പറഞ്ഞേ. ഒന്നാമത്തെ കിസ്നെ കിസ്സെ കഹാ എന്നുള്ളതാണോ? അതിൽ ഫസ്റ്റ്, ഭയ്യ തും തോ ഇസ് വർദി മേ ബഹുത് അച്ഛേ ലഗ് രഹേ ഹോ. സഹോദര, നിങ്ങളെ കാണുമ്പോൾ, ഈ യൂണിഫോമിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ആരോട് പറഞ്ഞതാണ്? അബ്ദുൽ ഹമീദിനെ സൈനിക് സേ കഹ. നിങ്ങൾ എഴുതി വെക്കണ്ട, മിസ് അത് ഗ്രൂപ്പിൽ ഇട്ട് തരും. മിസ് അത് നോക്കിയിട്ട് അയച്ചെന്ന് കണക്കായി നോക്കിയിട്ട് എഴുതിയെടുക്കാം. ഓക്കെ, നെക്സ്റ്റ്. അത് ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വേറെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാ മതി. മിസ് ചെയ്ത് നോട്ട്ബുക്കിൽ. ഓക്കെ, നെക്സ്റ്റ്, സെക്കൻഡ്, സൂർമാ ബന്ന ഹെ തോ ചുപ്ചാപ് പലട്ടൻ മേൻ ചലേ ജാവോ. നിങ്ങൾ അത്രക്ക് വീരനാണെങ്കിൽ മിണ്ടാ തന്നെ ഇവിടുന്ന് പുറപ്പെട്ടോളൂ, അല്ലെ? പറയാതെ പോയിക്കോളൂ. കിസ്നെ കിസ്സെ കഹാ? പത്നീനെ ഹമീദ് അബ്ദുൽ ഹമീദ് സേ കഹ. ഭാര്യയാണ് തന്റെ അബ്ദുൽ ഹമീദിനോട് പറഞ്ഞത്, നിങ്ങൾ ആരോടും പറയാതെ ഇവിടുന്ന് പോയിക്കോളൂ എന്നല്ലേ? തേർഡ്, तो ठीक है, എന്നാൽ ശരി, मैं सुबह कपड़ा लाने के बहाने शहर चला जाऊंगा. ഞാൻ രാവിലെ തന്നെ ഡ്രസ് എടുത്തിട്ട് പോയിക്കോളാം. ആര് പറഞ്ഞതാണ്? അബ്ദുൽ ഹമീദിനെ പത്നി സേ കഹ. അബ്ദുൽ ഹമീദ് തന്റെ ഭാര്യയോട് പറഞ്ഞതാണത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് എന്താണ്? റിക്ത സ്ഥാനോ കി പൂർത്തി കരോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറഞ്ഞാൽ വിട്ട ഭാഗം പൂരിപ്പിക്കുക. അപ്പൊ അത് നോട്ടിലേക്ക് എഴുതേണ്ടതാണ്. നോട്ടിലേക്ക് എഴുതുമ്പോൾ ഹെഡിങ് കൃത്യമായി ഹിന്ദിയിൽ തന്നെ എഴുതുക. റിക്ത സ്ഥാനോ കി പൂർത്തി കരേ. ഹിന്ദി തന്നെ എഴുതണം ഹെഡിങ്. എന്താ അതിന്റെ മീനിങ്? ടെക്സ്റ്റ് ബുക്കിൽ ഭംഗിയായിട്ട് എഴുതി അയച്ചെന്നോളൂ.
എഴുതിക്കോ. യെസ്, ഭംഗിയായിട്ട് നീറ്റായിട്ട് എഴുതി അയച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഓക്കെ മിസ്. ഓക്കെ, എനിക്ക് എഴുതാനാവൂല. ഇതിലെല്ലാം എന്തെല്ലോ ആക്കിട്ട് അതാണ് ചിലവർക്ക് പഴയ ടെക്സ്റ്റ് എങ്ങനെയാണത് മുമ്പേ ഉള്ള പഠിച്ച കുട്ടികൾ അങ്ങനെ അവര് എഴുതിയിരുന്നെന്നോ എന്തൊക്കെ പറയുന്നുണ്ട്. അവരെന്ത് ചെയ്യാ, അത് നോക്കി പഠിക്കാതെ വേറെ നോട്ടിലേക്ക് എഴുതിക്കോളൂ. ബ്ലാങ്ക്സ് നോട്ടിൽ എഴുതാറുണ്ട്. അതെ, നോട്ടിലേക്ക് എഴുതിക്കോളൂ. അതെ, നിങ്ങൾ എഴുതിയാല് നിങ്ങൾക്ക് എഴുതുന്നതിന് മടി കാണിക്കണ്ട. കാരണം എഴുതിയാൽ അത്രയും നിങ്ങള് ഓരോ വേർഡ്സുകളും പഠിച്ചിരിക്കും കേട്ടോ. സമയം കണ്ടെത്തി എഴുതിക്കോളൂ. ഫില്ലിന്റെ ബ്ലാങ്ക്സ് പഠിക്കേണ്ടതാണ്. വേർഡ്സ് എല്ലാം അറിയാം സർ. ഓക്കെ, നെക്സ്റ്റ്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, ഉധർ ദിഗ്വിൻഡ് കെ ഖേതോ മേ ഡേഷ് ചൽ രഹേ ഥേ. അവിടെ ആ ദിഗ്വിൻഡ് എന്ന സ്ഥലത്ത് എന്താ ഡേഷ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണ്? ലഡായി അല്ലെ, യുദ്ധം, വാർ. ലഡായി ആയിരുന്നു ഒന്നാമത്തെ ആൻസർ, ലഡായി. മിസ് ഇത് എഴുതി ഗ്രൂപ്പിലിട്ട് തരാം കേട്ടോ. നിങ്ങൾ എഴുതി തെറ്റണ്ടേ, നിങ്ങൾ എഴുതി തെറ്റരുത്. മിസ് എഴുതി അയച്ചു തരും. ഇന്ന് തന്നെ വൈകുന്നേരം ഗ്രൂപ്പിലിട്ട് തരാം. നിങ്ങൾ ഗ്രൂപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം. മിസ് ഹിന്ദിന്റെ നോട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിരുന്നു, ഗ്രൂപ്പിൽ അയച്ചു തരും. നിങ്ങൾ അത് നോക്കിയിട്ടൊന്ന് എഴുതിയെടുക്കുക. ഒന്നാമത്തെ ആൻസർ ലഡായി എന്നാണ്. കാരണം നിങ്ങൾ കുറച്ചു പേര് എഴുതുന്ന കേട്ടിട്ട് എഴുതുമ്പോഴേ അക്ഷരത്തെറ്റുകൾ വരുന്നുണ്ട്. ലഡായി. സെക്കൻഡ്, അബ്ദുൽ ഹമീദ് की टुकड़ी ने उस दिन देश तोड़ डाले. അബ്ദുൽ ഹമീദ് ആ ദിവസം ഏത് സൈന്യവുമായിട്ടാണ് പൊരുതുന്നത്? പാകിസ്ഥാനി ടാങ്ക്. പാകിസ്ഥാനി ടാങ്ക് എന്നാണ് ആൻസർ. പാറ്റേൺ ടാങ്ക്, പാകിസ്ഥാനിലെ പാറ്റേൺ ടാങ്കുമായിട്ടാണ് പൊരുതിയിട്ട് എന്താ ചെയ്യുന്നത്? അവിടെ യുദ്ധം നടക്കുന്നല്ലേ, പാകിസ്ഥാനി ടാങ്ക് എന്നാണ് ആൻസർ. തേർഡ്, മക്കൾ ഇപ്പൊ എഴുതില്ലെങ്കിൽ എഴുതണ്ട കേട്ടോ. ഉസ് അമർ ഷഹീദ് കോ ഭാരത് സർക്കാരിനെ, ആ രക്തസാക്ഷിക്ക് നമ്മുടെ ഗവൺമെന്റ് എന്താ നൽകിയത്? ഡേഷ് സമ്മാനിത് കിയ. എന്താണ്? പരംവീർ ചക്രാണ്. അതായത് സൈനികർക്ക്, സോൾജിയർക്ക്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടി മരിച്ചവർക്ക് പരംവീർ ചക്ര എന്ന ബഹുമതിയാണ് ഗവൺമെന്റ് നൽകുന്നത്. പരംവീർ ചക്ര. അപ്പൊ റിക്തസ്ഥാൻ കി പൂർത്തീകരി എന്നുള്ളത് പറഞ്ഞു മിസ് പറഞ്ഞത് ഒരു തവണ പറഞ്ഞത് മനസ്സിലായോ? ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താ? नीचे दिए गए शब्दों का वाक्यों में प्रयोग करो. താഴെ കൊടുത്തിരിക്കുന്ന വേർഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? വാക്യത്തിൽ പ്രയോഗിക്കുക, സെന്റൻസ് ഉണ്ടാക്കുക. വാക്യത്തിൽ പ്രയോഗിക്കുക എന്ന് പറഞ്ഞാല് ഒരു വേർഡ് അവിടെ നോട്ട്ബുക്കിലേക്ക് എഴുതിക്കോളൂ. എങ്ങനെ നിങ്ങളെ ഇഷ്ടം പോലെ എഴുതാം. പക്ഷെ അതിന് എന്ത് ചെയ്യണം? നീറ്റായിട്ട് നിങ്ങൾ തന്നെ എഴുതിയതായിരിക്കണം. പിന്നെ അതുപോലെ ടെക്സ്റ്റിൽ മുമ്പ് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നോട്ടിലേക്ക് ഒരു തവണ കൂടി എഴുതുക. മുമ്പേ എഴുതിയത് ആരെങ്കിലും എഴുതിയത് നോക്കി പഠിക്കരുത്. नीचे दिए गए शब्दों का वाक्यों में प्रयोग करो. വാക്യത്തിൽ പ്രയോഗിക്കുക. യൂസ് ദ ഫോളോവിംഗ് വേർഡ്സ് ഇൻ യുവർ സെന്റൻസസ്. അതിൽ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ദഫ്തർ. ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസ്. ദഫ്തർ എന്ന് പറഞ്ഞാല് ഓഫീസ്. അവിടെ എക്സാമ്പിൾ അവർ കൊടുത്ത എന്താണ്? മോഹൻ അപ്നെ ദഫ്തർ പ്രതിദിൻ ജാതാ ഹേ. മോഹൻ അപ്നെ ദഫ്തർ പ്രതിദിൻ ജാതാ ഹേ. മോഹനൻ തന്റെ ഓഫീസില് പതിവായി അല്ലെങ്കിൽ എല്ലാ ദിവസവും പോകുന്നു. മോഹനൻ തന്റെ ഓഫീസിലേക്ക് എല്ലാ ദിവസവും പോകുന്നു. ദഫ്തർ, ഓഫീസ്. അപ്പൊ വേർഡ് വാക്യത്തിൽ പ്രയോഗിച്ചത് നിങ്ങൾ കണ്ടോ? സെന്റൻസിൽ കണ്ടോ? ഏത് വേർഡാന്ന് മനസ്സിലായോ?
അപ്പൊ വാക്യത്തിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഏത് വേർഡാണോ വാക്യത്തിൽ പ്രയോഗിക്കുന്നത് ആ വേർഡിന്റെ ഇടയിൽ എന്ത് ചെയ്യാ ഒരു ലൈൻ വരക്കുക. ദഫ്തർ എന്നുള്ളതിനിടയില് വരയിടുക നോട്ടിലേക്ക് എഴുതുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോ. ഫൗജ് എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫൗജ് എന്താ ഫൗജ് എന്ന് പറഞ്ഞാല്? ആർമി സൈന്യം അല്ലെ, ഫൗജ്. അപ്പൊ ഫൗജ് എന്നുള്ളതിൽ നമ്മൾ എന്താ ഇപ്പം അതിന് വാക്യത്തിൽ പ്രയോഗിക്കുക? അബ്ദുൽ ഹമീദ് ഫൗജ് മേ ഭർത്തി ഹോ ഗയേ അല്ലേ. അബ്ദുൽ ഹമീദ് ആർമിയിലെ അഡ്മിഷൻ എടുത്തു എന്നല്ലേ. അബ്ദുൽ ഹമീദിനെ ഫൗജ് മേ ഭർത്തി ഹോ ഗയേ അല്ലേ. ഭർത്തി ഹോനാണല്ലേ അതിൽ അഡ്മിഷൻ നൽകുക, അഡ്മിഷൻ കിട്ടി എന്നുള്ളത്. മിസ് സെന്റൻസ് എഴുതി അയച്ചു തരും കേട്ടോ, ഗ്രൂപ്പിലിട്ട് തരും. നെക്സ്റ്റ് വർദ്ധി. വർദ്ധി എന്ന് പറഞ്ഞാൽ എന്താ? യൂണിഫോം. വർദ്ധി യൂണിഫോം. എന്താ വർദ്ധി എന്ന് വരുന്നത്? വേർഡ് വരുന്നത് ഫസ്റ്റ് തന്നെ പറഞ്ഞത്, ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞല്ലേ. ഭയ്യ തും തോ ഇസ് വർദ്ധി മേ ബഹുത് അച്ഛേ ലഗ് രഹേ ഹോ. സഹോദര, നിങ്ങളെ ഈ യൂണിഫോമിൽ കാണുമ്പോ നല്ല ഭംഗിയുണ്ടല്ലോ അല്ലെ. ഒരു വർദ്ധിയിലെ വേർഡില്ലേ. നെക്സ്റ്റ് വായിച്ചവർക്കേ മനസ്സിലാവുള്ളൂ. യെസ്. നെക്സ്റ്റ് പ്രശിക്ഷൺ. പ്രശിക്ഷൺ എന്താ? പ്രശിക്ഷൺ എന്ന് പറഞ്ഞാല് പരിശീലന കേന്ദ്രം. ഷഹബാസേ അധികം ചിരിക്കല്ലേ, മോശാണേ. ആ പ്രശിക്ഷൺ എന്ന് പറഞ്ഞാൽ പരിശീലന കേന്ദ്രം എന്നാണ് അർത്ഥം. അപ്പൊ അബ്ദുൽ ഹമീദ് ആർമിയിൽ ചേർന്നിട്ട് അവിടെ ഫസ്റ്റ് എവിടേക്കാണ് കൊണ്ടുവന്നത്? പ്രശിക്ഷണം അല്ലേ. പരിശീലന കേന്ദ്രത്തില് പരിശീലനം നൽകുന്നില്ലേ. ഒരാൾ ആർമിയിൽ ചേർന്നാണ് വേഗം യുദ്ധം ചെയ്യാൻ പറഞ്ഞുകൂടാ ചെയ്യാല്? പരിശീലനം നൽകില്ലേ? യെസ്. ജിസ ക്ലാസ്സില് ഹിന്ദി ക്ലാസ്സിൽ ഇഷ്ടമാണോ? ഷിസ മിസ് പറഞ്ഞത് കേൾക്കാൻ വന്നതാണോ? എന്താ പിന്നെ അവിടുന്ന് കളിക്കുന്നേ? ഷഹബാസ് നീ അവിടുന്ന് എന്തൊക്കെ കളിക്കുന്നത് ഞാൻ കാണുന്നുണ്ടല്ലോ. രണ്ടുപേര് കുറച്ച് വിട്ടിരുന്നേ, കുറച്ച് വിട്ടിരിക്കേ. ആ പരസ്പരം ഒന്നും വേണ്ട. ആ ചിരിക്കുന്നത് ഞാൻ കാണാൻ പാടില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ പറഞ്ഞ ചിരിക്കുന്നത് കാണാൻ പാടില്ല. ഓക്കെ, മിസ് പറഞ്ഞതിനെ ശ്രദ്ധിക്കേ. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ തന്തുരുസ്ത്. തന്തുരുസ്ത് പറഞ്ഞാല് ആരോഗ്യം. തന്തുരുസ്ത് ആരോഗ്യം. തന്തുരുസ്ത് എന്ന് പറഞ്ഞ വേർഡ് അതുപോലെ അതും എന്ത് ചെയ്യണം? ആ പാഠഭാഗത്തില് ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നോക്കി സെന്റൻസ് ആക്കിയിട്ട് എഴുതുക. നെക്സ്റ്റ് സബൂത്ത്. സബൂത്ത് പറഞ്ഞാൽ സൽപുത്രൻ. സൽപുത്രൻ അല്ലെ. സബൂത്ത് സൽപുത്രൻ. അപ്പൊ ഇത്രയും വേർഡ്സുകളാണ് എന്തേല് നമുക്ക് വാക്യമേം പ്രയോഗകരോ എന്നുള്ളതിൽ വരുന്നത്. അത് മിസ് സെന്റൻസ് ആക്കി വാക്യമേം പ്രയോഗകരോ സെന്റൻസ് മിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രൂപ്പിൽ ഇട്ട് തരും. നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതിയെടുക്കുക. ഓക്കെ, തെറ്റാതെ എഴുതണം. ശ്രദ്ധിക്കുക, എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക, വായിച്ചിട്ട്. പേജ് നമ്പർ 16. 16 അതിലൊരു നാലാമത്തെ ആ സോൾജിയറിന്റെ പിക്ചർ കണ്ടോ? അതിനടുത്ത് തന്നെതാ അതന്നെ ഇപ്പൊ മിസ് പറഞ്ഞത്. നെക്സ്റ്റ് നെക്സ്റ്റ് ഏതാണ്? ശബ്ദോं को उनके अर्थ से मिलाओ.
ശബ്ദവും താഴേക്ക് കൊടുത്തിരിക്കുന്ന വേർഡ് ആ വേർഡ്സ് എന്ത് ചെയ്യണം അതിന്റെ മീനിങ് വലത് സൈഡിലുണ്ട് അതിനോട് യോജിച്ചവ യോജിച്ച് ചേർക്കാം മാച്ച് ദി ഫോളോവിങ് വരുന്നത് പോലെ ജോയിൻ വേർഡ്സ് ടു ദർ മീനിങ് അതിൻ്റെതായ മീനിങ്ങിനോട് അർത്ഥത്തോട് യോജിപ്പിക്കുക ഒന്നാമത്തെ വേർഡ് സിപ്പാഹി ഒന്നാമത്തെ എന്താണ് ഫസ്റ്റ് സിപ്പാഹി ഏതുമായിട്ടാണ് സിപ്പാഹി ചേരുക യുദ്ധം ഉണ്ട് പിന്നെ നെക്സ്റ്റ് ഏതാണ് ദുഃഖി സൈനിക് നവയുവക് വീർ അതിൽ ഏതിനോടാണ് യോജിക്കേണ്ടത് സിപ്പാഹി സിപ്പാഹി എന്ന് പറഞ്ഞാൽ ആരാണ് സോൾജിയർ ആണ് സോൾജിയർ ആണ് സിപ്പാഹി അപ്പൊ സൈനിക് കറക്റ്റ് ആൻസർ ആണ് ഏതാണ് സിപ്പാഹി ഒന്നാമത്തത് ഏതാണ് വരുന്നത് സൈനിക് മൂന്നാമത്തെ വേർഡിനാണ് ചേരുക സൈനിക് സെക്കൻഡ് ജവാൻ ജവാൻ എന്ന് പറയുമ്പോ എന്നോടാ ചേരുക ജവാൻ യുവാവ് ജവാൻ ഏതാണ് നവയുവക് നവയുവകാണ് ചേരുക നവയുവക് അഞ്ചാമത്തെ വേർഡിനോടാണ് ചേർക്കേണ്ടത് നവയുവക് അതുപോലെ തേർഡ് ലാം ലാം എന്ന് പറഞ്ഞാല് യുദ്ധ വാർ അല്ലെ യുദ്ധ നെക്സ്റ്റ് ഉദാസ് ഉദാസ് എന്ന് പറഞ്ഞാല് സെക്കൻഡ് വൺ ദുഃഖി ഉദാസ് ഉദാസ് ദുഃഖി സൂർമ മീനിങ് ആണ് നെക്സ്റ്റ് സൂർമ വീറാണ് സൂർമ വീർ ഓക്കെ നെക്സ്റ്റ് തന്തുരുസ് എന്താണ് ഓക്കെ തന്തുരുസ് സ്വസ്ത് ഒന്നുകൂടി മിസ് വായിക്കാം നിങ്ങൾ ഒന്നുകൂടെ കറക്റ്റ് ആണെന്ന് നോക്കിക്കോ സിപ്പാഹി സൈനിക് ജവാൻ നവയുവക് ലാം യുദ്ധ ഉദാസ് ദുഃഖി സൂർമ വീർ തന്തുരുസ്ത് സ്വസ്ത് ഓക്കെ ക്ലിയർ ആയോ ഓക്കെ നമ്മളെ ക്ലാസ്സിന് സമയം കഴിയാറായി നമുക്ക് ഒരു ക്ലാസ് മാത്രമേ കിട്ടുന്നുള്ളൂ അല്ലെ 5ാം ക്ലാസ്സിന് ഒരു പീരീഡ് മാത്രമല്ലേ കിട്ടുന്നുള്ളൂ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മിസ് എന്ത് ചെയ്യും മിസ് അതിന്റെ ബാക്കിയും കൂടി മിസ് നോട്ട് എഴുതി അയച്ചു തരും നിങ്ങൾ എന്ത് ചെയ്യണം ബാക്കിയും കൂടി ഇനി പറയേണ്ടതും കൂടി മിസ് അയച്ചു തരും അത് നിങ്ങൾ ക്ലിയർ ആക്കി എഴുതണം ഓക്കെ ടെക്സ്റ്റും നോട്ടും ക്ലിയർ ആക്കി വെക്കുക മിസ് അയച്ചിരുന്ന് നോക്കിയിട്ട് ഇനി മിസ് അത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എഴുതാതിരിക്കരുത് ഇനി ഒരു പേജും കൂടി ഉണ്ട് 17ാമത്തെ പേജും കൂടി ഉണ്ട് പറയാൻ അതും കൂടി മിസ് ഗ്രൂപ്പിലിട്ട് തരും നിങ്ങൾ അത് നോക്കി കറക്റ്റ് ചെയ്ത് വെക്കുക ഒന്നാമത്തെ ചോദ്യം എന്താണ് അതില് ഏതാണ് പേജ് നമ്പർ 17 പേജ് നമ്പർ 17 തും ബഡേ ഹോക്കർ ക്യാ ബന്നെ ചാഹത്തെ ഹോ എന്നാണ് അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതേണ്ട ആൻസർ ആണ് എഴുതാനാവോ നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ ആരാവാനാണ് ആഗ്രഹിക്കുന്നത് അതിനെ കുറിച്ച് ഒരു 5ഓ 6ഓ സെന്റൻസ് എഴുതുക അതാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ മലയാളത്തിലും പോരാ ഹിന്ദിയിൽ തന്നെ വേണം ആവില്ല ഓരോരാളും എന്താണ് ആവാൻ താല്പര്യം എന്ന് അറിയിക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞുതരേ
ഹിന്ദിയിൽ ചോദിച്ചാൽ ഹിന്ദിയിലല്ലേ എഴുതുക. വേറെ ഏത് ഭാഷയിലും എഴുതണ്ട, ഹിന്ദിയിൽ മാത്രം. ഓക്കെ. വാട്ട് ഡു യു വാണ്ട് ടു ബിക്കം ഇൻ ഫ്യൂച്ചർ? അതാണ് എഴുതേണ്ടത്. നിങ്ങൾ അത് സ്വന്തമായിട്ട് എഴുതണം. കാരണം അത് മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം നിങ്ങൾ ഓരോരുത്തരും എന്താണ് ആവാൻ ആഗ്രഹിക്കുന്നത് എനിക്കറിയില്ല.